ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോനയുടെ അടുത്തേക്ക് നരേൻ വന്ന് മുദ്ര പേപ്പർ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ പേപ്പറിലെ വിവാഹത്തിന് ശേഷം രോഹിത്തിൻ്റെ സമ്പത്തിൽ അവൾക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല എന്നും ഇനി അഥവാ ഡിവോഴ്സ് ആകുവാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു വസ്തു പോലും എടുക്കാൻ പാടില്ല എന്നൊക്കെയാകും എഴുതിയിട്ടുണ്ടാവുക. ഇത് കണ്ട് സോന, എന്താ ഇത് അങ്കിൾ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ രോഹിത്തിനെ കാശിന് വേണ്ടിയാണ് പ്രണയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നരേൻ, ഇത് ഞങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്തത്. നിന്റെ അമ്മ കാരണമാണ് എനിക്കിത് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഈ പേപ്പറിൽ സൈൻ ചെയ്തതിന് ശേഷം കൊടുത്തുവിടാൻ പറഞ്ഞിട്ട് ആൾ പുറത്തിറങ്ങുമ്പോൾ സുമനെ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, രോഹിത്തിൻ്റെ സമ്പത്തിനെ കുറിച്ചെല്ലാം നിങ്ങൾ CAയോട് അന്വേഷിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് നരേൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് സോന ദേഷ്യത്തിൽ സുമനെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം സോന രോഹിത്തിൻ്റെ വീട്ടിലേക്ക് വന്ന് മുത്തശ്ശിയുടെയും വീണയുടെയും യാഷിൻ്റെയും നരേൻ്റെയും മുന്നിൽ വെച്ച് തന്നെ ആ പേപ്പറിൽ സൈൻ ചെയ്തിട്ട്, എനിക്ക് ഒരു സമ്പത്തും വേണ്ട, പണവും ആസ്തിയും കണ്ടല്ല ഞാൻ രോഹിത്തിനെ പ്രണയിച്ചത്. എൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും രോഹിത് അറിയരുതെന്നും അവരോട് പറയുന്നുണ്ട്. പിന്നെ അവൾ രോഹിത്തിൻ്റെ അടുത്ത് പോയിട്ട് അവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. പിന്നെ മഹേഷ് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ചെന്നിട്ട് ഷൂട്ട് ചെയ്തു വെച്ച സീരിയലിൻ്റെ ചിപ്പ് എടുത്ത് മാറ്റുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സോന രോഹിത്തിനോട്, നാളെ നമ്മുടെ കല്യാണം നടക്കാൻ പോകുവാണ്, ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഉണ്ടാകില്ലേ, മാറില്ലല്ലോ, എന്നെ വിശ്വസിക്കില്ലേ, തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് അവളോട്, ഞാനൊരിക്കലും നിന്നോട് കള്ളം പറയില്ല, നിന്നോടൊന്നും മറച്ചു വെക്കില്ല, നിന്നെ വിശ്വസിക്കുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ഐ ലവ് യു സോ മച്ച് എന്ന് പറയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് റൈമ കരഞ്ഞിട്ട് അവളുടെ റൂമിൽ പോയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ യാഷിൻ്റെ അമ്മ പിന്നെയും ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതേപോലെ ആ സീൻ കട്ടായിട്ട് പിന്നെ റൈമ രോഹിത്ത് ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ റൂമിൽ പോയിട്ട് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറി അവനെ വശീകരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് എണീച്ചിട്ട്, നീ എന്താ ചെയ്യുന്നത്, നാളെ എൻ്റെ കല്യാണമാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളിയിടുന്നുണ്ട്. അപ്പോൾ റൈമ, ഈ കല്യാണം എൻ്റെ പൊട്ടത്തരം കാരണമാണ് നടന്നത്, നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അവനോട് അടുത്ത് ഇടപഴകാൻ നോക്കുകയാണ്. അപ്പോൾ രോഹിത്തിന് ദേഷ്യം വന്ന് അവസാനം അവൻ അവളെ അടിക്കുന്നുണ്ട്. എന്നിട്ട്, ഞാൻ സോനയെയാണ് പ്രണയിക്കുന്നത്, നിന്നെയല്ല, മര്യാദയ്ക്ക് ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് അവളെ പുറത്താക്കിയിട്ട് അവൻ വാതിലടയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഹൽദി ചടങ്ങ് നടക്കുന്നുണ്ട്. രോഹിത്തിനും സോനയ്ക്കും എല്ലാവരും മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് മഹേഷ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. പിന്നെ മഹേഷിൻ്റെ കയ്യിൽ ഒരു USB രോഹിത്ത് സോനയ്ക്ക് കൊടുത്തു വിടുന്നുണ്ട്. അത് സോനയോട് TV-യിലിട്ട് എല്ലാവരോടൊപ്പം ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടും അവൻ അതിലൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ സോനയും അമ്മയും എല്ലാവരും കൂടെ ഇരുന്ന് അത് കാണാണ്. അത് രോഹിത്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആകും. വിവാഹശേഷം സോനയെ അവൻ നന്നായി നോക്കും, ഒരു കുറവും അവൾക്ക് വരുത്തില്ല എന്നൊക്കെ പറഞ്ഞ് അതിലൂടെ അവൻ അവളുടെ വീട്ടുകാർക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വന്ന് സോനയെ ആക്രമിക്കാൻ ശ്രമിച്ചത് മഹേഷാണോ എന്ന് സംശയമുണ്ടെന്ന് രോഹിത് യാഷിനോട് പറയുന്നുണ്ട്. പിന്നെ സോനയ്ക്ക് നേത്ര വിളിച്ചിട്ട് ഷൂട്ട് ചെയ്തു വെച്ച ചിപ്പ് കാണാതായി, അതുകൊണ്ട് പിന്നെയും ഷൂട്ട് ചെയ്യേണ്ടി വരും ആ സീൻസൊക്കെ എന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ സോന, ഞാൻ ഷൂട്ടിന് എങ്ങനെയെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് സുമനോട് ഈ കാര്യം പറയുമ്പോൾ ആളതിന് സമ്മതിക്കുന്നില്ല. നിന്റെ കല്യാണമാണ്, ഇത് കുട്ടികളിയല്ല, നിന്നെ എന്തായാലും ഞാൻ പോകാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് ആൾ പറയാണ്. അപ്പോൾ സുമൻ എന്നിട്ട് രോഹിത്തിനെയും വീട്ടുകാരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ റൈമ സോനയുടെ അടുത്ത് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് അവളോട്, നീ ഷൂട്ടിന് പോയിക്കോളൂ, അതുവരെ ഞാൻ വിവാഹവേഷത്തിൽ ഇവിടെ ഇരിക്കാമെന്ന് പറയുകയാണ്. സോനയ്ക്ക് അവളുടെ മനസ്സിലുള്ളതൊന്നും അറിയില്ല. രോഹിത്തിനെ പിന്നെയും അവൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊന്നും സോനയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് നല്ല ഒരു ഐഡിയ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ വേഷം മാറിയിട്ട് അവൾ മഹേഷിനോടൊപ്പം ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോവുകയാണ്. അപ്പം അങ്ങനെ റൈമ കല്യാണ വേഷത്തിലിരിക്കുമ്പോൾ യാഷിൻ്റെ അമ്മ അങ്ങോട്ട് വന്നിട്ട്, നീ തന്നെയാണ് രോഹിത്തിൻ്റെ ഭാര്യ ആകേണ്ടവൾ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം രോഹിത് അങ്ങോട്ട് വന്നിട്ട് സോനയാണെന്ന് വിചാരിച്ചിട്ട് റൈമയോട് ഇന്നലെ റൈമ അവൻ്റെ റൂമിൽ വന്നിട്ട് മോശമായിട്ട് പെരുമാറിയ കാര്യമെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് സോന മഹേഷിൻ്റെ കാറിൽ തിരിച്ചു വരുമ്പോൾ ഇതുവരെ അവൾ കണ്ട മഹേഷ് അല്ല അത് എന്നവൾക്ക് മനസ്സിലാവാണ്. അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. നിൻ്റെയും രോഹിത്തിൻ്റെയും കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, നീ എൻ്റെ ആണ്, എന്നെ മാത്രമേ നീ വിവാഹം കഴിക്കൂ എന്നയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സോന പേടിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്ത് ചാടാൻ വേണ്ടി നോക്കുമ്പോൾ, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് അവൻ അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് അവളെ ഒരു ആളില്ലാത്ത ഒരു വിജനമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് മണ്ഡപമൊക്കെ സെറ്റ് ചെയ്തിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്.
അവൾ അത് തടയാനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുമ്പോൾ അവൻ അവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കല്യാണം നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. അവിടേക്ക് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. രോഹിത്തിൻ്റെ അടുത്തേക്ക് പെണ്ണിനെ എല്ലാവരും കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കല്യാണത്തിൻ്റെ ഇടയിൽ അവരുടെ ഗഡ്ബന്ധൻ അഴിയുമ്പോൾ പൂജയോട് അത് കെട്ടിക്കൊടുക്കാൻ അവർ പറയാണ്. അങ്ങനെ അവൾ അത് കെട്ടുമ്പോൾ അവളുടെ കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടാവും. ഒരു സന്തോഷവും അവളുടെ മുഖത്തുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ യാഷി ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അവളുടെ ഈ വിഷമത്തിന് പിന്നിൽ എന്താണെന്ന് വെച്ചാൽ അവൾക്കറിയാം ആ കല്യാണ വേഷത്തിലിരിക്കുന്നത് സോനയല്ല റൈമയാണെന്ന്. അപ്പോൾ അവൾ റൂമിൽ പോയിട്ട് അവളോട് സംസാരിച്ചിട്ടുണ്ടാവും. റൈമയെ ആ രൂപത്തിൽ അവൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവൾ അത് കെട്ടിക്കൊടുത്തതിന് ശേഷം സങ്കടപ്പെട്ടിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ യാഷ അവളുടെ അടുത്തേക്ക് പോയിട്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുന്നത്, നിനക്ക് എന്തോ ടെൻഷനുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവളോട് പറയാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ യാഷിനോട് സത്യങ്ങൾ പറയുന്നുണ്ട്. ആ കല്യാണ വേഷത്തിൽ ഇരിക്കുന്നത് സോനയല്ല മറിച്ച് റൈമയാണെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് യാഷി നന്നായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.